بسم الله الرحمن الرحيم فلما جاءهم الحق من عندنا قالوا لولا أوتي مثل ما أوتي موسى أولم يكفروا بما أوتي موسى من قبل قالوا سحران تظاهرا وقالوا إنا بكل كافرون قل فأتوا بكتاب من عند الله هو أهدى منهما أتبعه إن كنتم صادقين فإن لم يستجيبوا لك فاعلم أنما يتبعون أهواءهم ومن أضل ممن اتبع هواه بغير هدى من الله إن الله لا يهدي القوم الظالمين ولقد وصلنا لهم القول لعلهم يتذكرون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1320 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 48 മുതൽ 51 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ ജാഅഹുമുൽ ഹഖ്ഖു മിൻ ഇൻദിനാ ഖാലൂ ലൗലാ ഊതിയ മിസ്ല മാ ഊതിയ മൂസാ أولم يكفروا بما أوتي موسى من قبل قالوا سحران تظاهرا وقالوا إنا بكل كافرون قل فأتوا بكتاب من عند الله هو أهدى منهما أتبعه إن كنتم صادقين فإن لم يستجيبوا لك فاعلم أنما يتبعون أهواءهم ومن أضل ممن اتبع هواه بغير هدى من الله إن الله لا يهدي القوم الظالمين ولقد وصلنا لهم القول لعلهم يتذكرون സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. സൂറത്തുൽ ഖസസിലെ 48 മുതൽ 51 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഖസസിന്റെ തുടക്കം മുതൽ ഏകദേശം മധ്യഭാഗം വരെ മൂസ അലൈഹിസ്സലാമിന്റെ ദൗത്യ നിർവഹണ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുദീർഘമായ ഒരു വിവരണമാണ് നമുക്ക് ലഭിക്കുകയുണ്ടായത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യം പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തുകയും ബനു ഇസ്രായേൽ സമൂഹത്തെ നൂറ്റാണ്ടുകളായി മർദ്ദന പീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരുന്ന ഫിറൗനും അയാളെ പിന്തുണച്ചുകൊണ്ട് നിലകൊണ്ടിരുന്ന പ്രമാണിമാരും സൈനികരുമൊക്കെ ചെങ്കടലിൽ മുങ്ങിയൊടുങ്ങി പോവുകയും ചെയ്ത കാര്യങ്ങളാണ് വിവരിക്കപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്ന് ഈ സൂറത്തിലെ പ്രതിപാദ്യങ്ങള് പ്രത്യേകമായി ഈ വിധത്തിൽ കഥനം ചെയ്യപ്പെടുന്നതിന് ഫലമായിട്ട് ഉണ്ടായിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ദൗത്യ നിർവഹണം. മക്കയിലെ ആളുകള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിനോട് സ്വീകരിച്ചിരുന്ന നിഷേധാത്മകമായ നിലപാട്
അവര് നിരന്തരമായി അള്ളാഹുവിന്റെ പ്രവാചകനെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ അനുഭവങ്ങൾ ഈ സൂറത്തിൽ കഥനം ചെയ്യപ്പെടുന്നത്. അതിനെ തുടർന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്കും അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ നിലപാടുകളെ പരാമർശിച്ചുകൊണ്ടുമൊക്കെയുള്ള കാര്യങ്ങളാണ് സൂറത്തുൽ ഖസസിൽ നമ്മൾ വായിച്ചു വരുന്നത്. അതിൽ പ്രത്യേകമായി ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യം, അള്ളാഹു 3 വിശിഷ്ടമായ സന്ദർഭങ്ങളെ പരാമർശിച്ചുകൊണ്ട് പറയുകയുണ്ടായത് മൂസ അലൈഹി ഇസ്ലാമിന്റെ സംഭവബഹുലമായ ജീവിത കാലഘട്ടത്തിലുണ്ടായ ഈ 3 സംഭവങ്ങൾ. ഈ 3 സംഭവങ്ങൾക്കും ദൃക്സാക്ഷിയായിട്ട് താങ്കൾ ആ ഘട്ടത്തില് ആ പരിസരത്തെങ്ങും ഉണ്ടായിരുന്നില്ല എന്നതാണ്. മൂസ അലൈഹിസ്സലാം തെരഞ്ഞെടുത്ത 70 ആളുകളുമായി അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചക്കും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം ഏറ്റുവാങ്ങുന്നതിനുമായിട്ട് തൂർ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയ ഒരു ചരിത്ര സംഭവമുണ്ട്. ഫറോവയും കൂട്ടരും മുങ്ങി മരിച്ചതിനെ തുടർന്ന് സിനായി മരുഭൂമിയിൽ കുറച്ചു കാലം തങ്ങുന്ന ആ ഘട്ടത്തിലാണ് മൂസ അലൈഹി ഇസ്ലാം അങ്ങനെ അനുയായികളെയും കൂട്ടി തൂർ പർവ്വതത്തിന്റെ അടുക്കൽ പോകുന്നതും തലക്ക് മീതെ പർവ്വതം ഉയർത്തി കാണിച്ചുകൊണ്ട് അള്ളാഹു അവരെ കൊണ്ട് ഒരു പ്രതിജ്ഞ എടുപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു കാര്യം വിശുദ്ധ ഖുർആൻ വേറെ ചിലയിടങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം അരങ്ങേറിയപ്പോ പ്രവാചകരെ താങ്കൾ അവരോടൊപ്പം അല്ലെങ്കിൽ ആ പരിസരത്തെങ്ങാനും സാക്ഷിയായിട്ട് ഉണ്ടായിരുന്നില്ല. അതുപോലെ മൂസ അലൈഹി ഇസ്ലാം മദീനയിൽ പ്രവാസത്തിലായിരുന്ന കാലത്ത് കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മദിയൻകാരുടെ കൂട്ടത്തിൽ ഒരാളായി, അവിടുത്തെ താമസക്കാരനായി, അവർക്കിടയിലെ പ്രബോധന ദൗത്യം നിർവഹിക്കുന്നവനായി താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതേപോലെ മൂസ അലൈഹി ഇസ്ലാമിനെ ആദ്യമായി അള്ളാഹു ഒരു കൂടിക്കാഴ്ചക്കായിട്ട് ആകർഷിച്ച് കൊണ്ടുപോയ ആ ഘട്ടത്തില് തൂർ പർവ്വതത്തിന്റെ പരിസരത്ത് ഒരു തീ കാണാൻ ഇടയാവുകയും മൂസ അലൈഹി ഇസ്ലാം അങ്ങോട്ട് ആകൃഷ്ടനാവുകയും ചെയ്ത ആ സംഭവം, ആ സംഗതി അരങ്ങേറുന്ന ഘട്ടത്തിലും അതിന് സാക്ഷിയായിട്ട് പ്രവാചകരെ താങ്കൾ അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഈ കാര്യങ്ങളൊക്കെയും കൃത്യതയോടുകൂടി വളരെ നിർണിതമായ വാക്കുകളിലായി താങ്കൾ വിവരിച്ചിരിക്കുന്നത് അള്ളാഹു താങ്കൾക്ക് അത് അവതരിപ്പിച്ചു തന്നത് കൊണ്ട് മാത്രമാണ് എന്നാണ് അള്ളാഹുവിടെ പ്രസ്താവിക്കുന്നത്. വലാകിന്ന കുന്ന മുർസലീൻ, നിശ്ചയമായിട്ടും നാം ഇത് താങ്കൾക്കായിട്ട്, താങ്കളുടെ സമൂഹത്തിനായിട്ട് ഇറക്കി തന്നത് കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ കൃത്യതയോടുകൂടി നിങ്ങളെ ഓതി കേൾപ്പിക്കുവാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് ഇപ്പോ സാധിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അള്ളാഹു പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. ഈ സൂറത്തുൽ ഖസസിൽ നിങ്ങൾ കേൾക്കാനിടയായ ആയാത്തുകള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിൽ കണ്ട കാര്യങ്ങൾ വിവരിച്ചു തന്നതല്ല. ആ ചരിത്ര സംഭവങ്ങളെ നിങ്ങളെ കേൾപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അത് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവിക ദൂതനാണ് എന്നതിന് നിങ്ങൾക്കുള്ള കൃത്യമായ തെളിവാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. നേരിട്ട് കണ്ട് വന്ന് വിവരണം നടത്തുകയല്ല, ചരിത്ര സ്രോതസ്സുകളിലൊന്നും പകർത്തിവെക്കാൻ പറ്റുന്ന വിധത്തില് ഈ സംഭവങ്ങൾ അവയുടെ കൃത്യതയോടുകൂടി
വസ്തുതാപരമായ വിധത്തില് രേഖപ്പെട്ട് കിടക്കുന്നില്ല. പല വൈകല്യങ്ങളും സംഭവിച്ച വിധത്തിലാണ് ബൈബിളിന്റെ പല വേർഷനുകളിലും അതുപോലെ യഹൂദരുടെ കയ്യിലുണ്ടായിരുന്ന പല ലിഖിതങ്ങളിലൊക്കെ ഈ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിലെ പിഴവുകളും പിശകുകളൊക്കെ തിരുത്തിയിട്ട് ഏറ്റവും കൃത്യതയോടുകൂടിയാണ് ആ കാര്യങ്ങൾ ഇവിടെ കഥനം ചെയ്യപ്പെട്ട് തന്നിരിക്കുന്നത്. അതൊരിക്കലും തന്നെ ഈ സംഭവങ്ങൾ നേരിട്ട് കാണാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസരം ഉണ്ടായതുകൊണ്ടല്ല. 2000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങള് ദൃക്സാക്ഷിയായിക്കൊണ്ട് അവയെ വിവരിക്കുകയല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിനുള്ള ഏറ്റവും നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ, കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സഹായിക്കുന്ന വിധത്തിലുള്ള സാക്ഷ്യമാണ്, തെളിവാണ്. അതിനെ തുടർന്ന് അള്ളാഹു പറയുകയുണ്ടായത്, നിങ്ങളുടെ തന്നെ ദുഷ്ചെയ്തികൾ കാരണമായിട്ട് നിങ്ങളെ അള്ളാഹു പിടികൂടുകയും അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടി വരുമ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറയാനിടയുണ്ട്. റബ്ബന ലൗല അർസൽത ഇലൈന റസൂല, ഞങ്ങളുടെ നാഥ നീ എന്തേ ഞങ്ങളുടെ അടുക്കലേക്ക് ഒരു ദൂതനെ അയക്കാതിരുന്നത്? ഫനത്തബിയ ആയാത്തിക്ക, നിന്റെ ദൃഷ്ടാന്തങ്ങളെ ഞങ്ങൾ പിൻപറ്റാൻ ഇടവരുന്ന വിധത്തിൽ വനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ സത്യവിശ്വാസികൾ ആയി മാറാനും അവസരമുണ്ടാകുന്ന വിധത്തില് ഞങ്ങളുടെ അടുക്കലേക്ക് ഒരു ദൂതനെ അയക്കാതിരുന്നത് എന്തേ എന്ന് നിങ്ങൾ ഒരു ഘട്ടത്തിൽ വിലപിച്ചുകൊണ്ട് പറയാതിരിക്കാൻ വേണ്ടിയാണ്, അങ്ങനെ പറയുന്ന ഒരു അവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെയും വിവരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ ഇങ്ങനെ ഒരു വേദഗ്രന്ഥത്തിലൂടെ കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. അതിനു വേണ്ടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങളുടെ അടുക്കലേക്ക് നിയോഗിച്ചയച്ചിരിക്കുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അതിന് തുടർന്നുള്ള ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളുടെ ആശയം നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഫലമ്മ ജാഅഹുമുൽ ഹഖ്ഖു മിൻ ഇൻദിന ഖാലു ലൗല ഊതിയ മിസ്ല മാ ഊതിയ മൂസ. മക്കയിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹത്തെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. ഫലമ്മ ജാഅഹുമുൽ ഹഖ്ഖു, അവരിലേക്ക് സത്യം നമ്മുടെ അടുക്കൽ, മിൻ ഇൻദിന, നമ്മുടെ അടുക്കൽ നിന്നുള്ള സത്യം അവതീർണമായപ്പോൾ, ഈ ചരിത്ര വിഷയങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ടുള്ള ദൈവികമായ വെളിപ്പാടുകള്, ഏറ്റവും സത്യാധിഷ്ഠിതമായ വെളിപ്പാടുകൾ നമ്മുടെ പക്കൽ നിന്ന് അവരിലേക്ക് അവതീർണമായപ്പോൾ, അവർക്ക് വന്നു കിട്ടിയപ്പോൾ എന്തായിരുന്നു അവരുടെ പ്രതികരണം? ഖാലു, അവർ പറയുന്നത് ഇങ്ങനെയാണ്, ലൗല ഊതിയ മിസ്ല മാ ഊതിയ മൂസ, ഇതെന്തോ ഒരു വിവരണം മാത്രമേ ഉള്ളൂ, മൂസാക്ക് നൽകപ്പെട്ടതുപോലെയുള്ള അത്ഭുത കൃത്യങ്ങളൊന്നും എന്റെ ഇയാൾക്ക് നൽകപ്പെടാതെ പോയത്? ഇതാണ് അവര് ഒരു പരാതിയായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദൂതനായി അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കാനുള്ള ന്യായമായിട്ട് അവര് പറയുന്ന ഒരു കാര്യം. ഈ ഖുർആനിൽ ചില വാക്യങ്ങളൊക്കെ ഞങ്ങളെ കേൾപ്പിച്ചു എന്നത് അവിടെ ഇരിക്കട്ടെ. ഒരു പ്രവാചകൻ എന്ന നിലക്ക് ദൗത്യം നിർവഹിക്കാൻ വേണ്ടി രംഗത്ത് വന്നപ്പോ മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു പല അത്ഭുത സിദ്ധികളും നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ കൈ ജ്വലിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന വടി തറയിലിടുമ്പോ അത് പാമ്പായി മാറിയിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തില് പല പരീക്ഷണങ്ങൾക്കും ബനു ഇസ്രായേൽ സമൂഹവും അതുപോലെ ഈജിപ്തിലെ ജനങ്ങളും ഒക്കെ വിധേയമായിട്ടുണ്ടായിരുന്നു. പ്രളയമുണ്ടായി, ക്ഷാമമുണ്ടായി, തവളകളും അതുപോലെ കീടങ്ങളും ഒക്കെ വർദ്ധിച്ചു. അങ്ങനെ പല വിധത്തിലുള്ള സംഭവങ്ങളും അരങ്ങേറുകയുണ്ടായി. അതുപോലെയൊന്നുമുള്ള അത്ഭുത കൃത്യങ്ങൾ എന്താണ് ഇയാൾക്ക് നൽകപ്പെടാതെ പോയത് എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരാമർശിച്ചുകൊണ്ട് അവര് ചോദിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ ദൂതനാണ് എന്നത് തെളിയിക്കാൻ വേണ്ടി
ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ യാതൊന്നും ഈ ആൾക്ക് നൽകപ്പെടാതെ പോയത് എന്താണ് എന്നതാണ് അവർ ഉന്നയിക്കുന്ന ചോദ്യം. ഫലമ്മാ ജാഅഹുമുൽ ഹഖ്ഖു മിൻ ഇൻദിന, നമ്മുടെ പക്കൽ നിന്നുള്ള സത്യം അവർക്കായിട്ട് അവതരിപ്പിക്കപ്പെട്ടപ്പോ അവരുടെ ചോദ്യം ഇതാണ്. ഖാലു, അവരിങ്ങനെയാണ് പറഞ്ഞത്, ലൗലാ ഊതിയ മിസ്ലമാ ഊതിയ മൂസ, മൂസാക്ക് നൽകപ്പെട്ടത് പോലെയുള്ളതൊന്നും എന്തേ ഇയാൾക്ക് നൽകപ്പെടാത്തത് എന്നതാണ് അവരുടെ ചോദ്യം. എന്നിട്ട് അതിനോട് പ്രതികരിച്ചുകൊണ്ട് അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അവലം യക്ഫുറു ബിമാ ഊതിയ മൂസ മിൻ ഖബ്ൽ, അപ്പോ മൂസാക്ക് നേരത്തെ നൽകപ്പെട്ടതിൽ ഇവര് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നോ? മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ടതുപോലെയുള്ളത് മുഹമ്മദ് നബിക്ക് നൽകപ്പെടാതെ പോയത് എന്തുകൊണ്ട് എന്നതാണല്ലോ അവർ ചോദിക്കുന്ന ചോദ്യം. മുഹമ്മദ് നബിക്ക് ദൃഷ്ടാന്തങ്ങൾ നൽകപ്പെടേണ്ടത് എന്തിനാണ്? നിങ്ങൾക്ക് ബോധ്യം വരാനല്ലേ? മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിന്റെ ദൂതനായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ട ദൃഷ്ടാന്തങ്ങൾ നേരത്തെ അവതരിപ്പിക്കപ്പെട്ടതാണല്ലോ. എന്നിട്ട് നിങ്ങൾ അതിന്റെ പേരിൽ മൂസ അലൈഹി ഇസ്ലാമില് വിശ്വാസം ഉൾക്കൊണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതല്ല നിങ്ങൾ അദ്ദേഹത്തെ നിഷേധിക്കുക തന്നെയായിരുന്നോ എന്നാണ് അള്ളാഹുവിടെ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. മൂസ അലൈഹി ഇസ്ലാമിനെ വളരെ പ്രത്യക്ഷത്തില് രംഗത്ത് വന്നുകൊണ്ട് നിഷേധിക്കുകയല്ല മക്കയിലെ ആളുകൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ അവര് മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിന്റെ ദൂതനായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്നിരുന്ന പ്രവാചകൻ മൂസ അലൈഹി ഇസ്ലാം ദൈവിക പ്രവാചകനായിരുന്നു എന്ന നിലക്ക് യഹൂദരിൽ നിന്നും ക്രൈസ്തവരിൽ നിന്നുമൊക്കെ കേട്ട് മനസ്സിലാക്കി ആ പ്രവാചകന്റെ ജീവിത സരണി പിൻപറ്റാൻ മക്കയിലെ ആളുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരൊരു കഥ കേൾക്കുന്ന പോലെ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മൂസ അലൈഹി ഇസ്ലാമിന്റെ സംഭവങ്ങളൊന്നും തന്നെ തങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് എന്ന നിലക്ക് കണ്ടുകൊണ്ട് അവര് മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യം ഉൾക്കൊണ്ട് ആ ആശയത്തിന്റെ മാർഗത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അവരതിനെ നിഷേധിക്കുന്നവരായി തന്നെയാണ് നിലകൊള്ളുകയുണ്ടായിട്ടുള്ളത്. ഇപ്പോ പറയുകയാണ് മൂസാക്ക് കൊടുത്തത് പോലെയുള്ളതൊന്നും എന്തേ മുഹമ്മദിന് കൊടുക്കാതെ പോയത് എന്നതാണ്. ഇതാണ് അവരുടെ ചോദ്യം. അപ്പൊ അള്ളാഹു ഒരു മറുചോദ്യം ചോദിക്കുകയാണ്. അതല്ല, മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട ദൃഷ്ടാന്തങ്ങളുടെ വെളിച്ചത്തില് നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നോ അതോ അദ്ദേഹത്തെ നിഷേധിക്കുകയായിരുന്നോ ചെയ്തിട്ടുണ്ടായിരുന്നത്? സത്യം വാസ്തവം എന്താണെന്ന് വെച്ചാൽ അവര് മൂസ അലൈഹി ഇസ്ലാമിനെ നിഷേധിക്കുന്നവരായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നതാണ്. അതിൽ മറ്റൊരു കാര്യം കൂടി ഒളിഞ്ഞു കിടക്കുന്ന ഒരു സംഗതി, ഈ സത്യവിശ്വാസത്തിന് ഒരു പൈതൃകവും ഒരു പിന്തുടർച്ചയും ഉള്ള പോലെ തന്നെ സത്യനിഷേധത്തിനും ഒരു പൈതൃകവും പിന്തുടർച്ചയും ഉണ്ട് എന്നതാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തില് സത്യനിഷേധികളായി നിലകൊണ്ട ആളുകളുമായി ഒരു ആദർശ പൊരുത്തം മക്കയിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുണ്ട്. ചരിത്രത്തിലുടനീളം അങ്ങനെ ഒരു ആദർശ പൊരുത്തത്തിന്റെ ഒരു കണ്ണി ചേർക്കല് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എല്ലാ കാലഘട്ടത്തിലെയും നിഷേധികൾ ചങ്ങാത്തമുള്ളവരാണ്. എല്ലാ കാലഘട്ടത്തിലെയും സത്യവിശ്വാസികൾ പരസ്പരം ബന്ധമുള്ള ചങ്ങാത്തമുള്ള ആളുകളാണ്. ഈ ഒരു കാര്യം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിനെ നിഷേധിച്ചവരായ സമകാലികരായ ആളുകളുണ്ടല്ലോ, അവരുടെ പിന്മുറക്കാരായിട്ടാണ് ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിഷേധിക്കുന്ന മക്കയിലെ ആളുകൾ നിലകൊള്ളുന്നത്. അവര് തമ്മിൽ ഒരു നയതന്ത്രമുണ്ട്. ചരിത്രപരമായി അവര് ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരുടെ പിന്തുടർച്ചക്കാരായിട്ട് ആ പാരമ്പര്യവും പൈതൃകവും ഏറ്റുവാങ്ങുന്നവരായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത് എന്നതാണ് വസ്തുത. വിശ്വാസികള് ഏറ്റവും ആദ്യ തലമുറയിലെ വിശ്വാസികൾ പിന്നീട് വന്ന തലമുറകളിലൊക്കെ വിശ്വാസികളുമായി ഒരു ആദർശ പൊരുത്തത്തിൻ്റെതായ ഒരു ബന്ധമുണ്ട്. അതേപോലെ നിഷേധികൾക്ക് ഏറ്റവും ആദ്യ തലമുറയിലെ നിഷേധികളിൽ ഉണ്ടായിരുന്ന ആ നിലപാടുകളും അവരുടെ മനോഘടനയും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് തുടർന്നുള്ള തലമുറകളിലെ നിഷേധികൾ രംഗത്ത് വരുന്നത്. അവര് തമ്മിൽ ഒരു ആദർശ പൊരുത്തത്തിന്റെ കണ്ണിചേരൽ ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. മൂസ അലൈഹി ഇസ്ലാമിനെ പ്രത്യക്ഷത്തിൽ വന്ന്
നിഷേധിക്കുകയായിരുന്നില്ല മക്കയിലെ ആളുകൾ. മറിച്ച് അവര് മൂസ അലൈഹി ഇസ്ലാമിനെ നിഷേധിച്ച ആളുകളുടെ ആ പാരമ്പര്യത്തിൽ തന്നെയാണ്, ആ പൈതൃകത്തിൽ തന്നെയാണ്, ആ കണ്ണി ചേർക്കുന്ന ബന്ധത്തിൽ തന്നെയാണ് മക്കയിലെ നിഷേധികളും നിലകൊള്ളുകയുണ്ടായത്. മൂസ അലൈഹി ഇസ്ലാം അവതരിപ്പിച്ച ദൃഷ്ടാന്തങ്ങളൊക്കെ ദൈവികമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരായി നമുക്ക് നിലകൊള്ളാം എന്ന് മക്കയിലെ മുശ്രിക്കുകൾ തീരുമാനിച്ചിട്ടില്ല. അവര് നിഷേധികളായിട്ട് തന്നെയാണ് നിലകൊള്ളുകയുണ്ടായത്. അപ്പൊ അള്ളാഹുവിന്റെ ചോദ്യം, മൂസ അലൈഹി ഇസ്ലാമിന് ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും അദ്ദേഹത്തെ നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്തതാണോ? അതല്ല നിങ്ങൾ അദ്ദേഹത്തെ നിഷേധിക്കുന്നവരുടെ കൂടെ കണ്ണി ചേർന്ന് നിൽക്കുകയാണോ ഉണ്ടായിട്ടുള്ളത്? ഇതാണ് ചോദ്യം. അവലം യക്ഫുറു ബിമാ ഊതിയ മൂസ മിൻ ഖബൽ. മൂസാക്ക് നേരത്തെ നൽകപ്പെട്ടത് അതില് നിങ്ങൾ വിശ്വസിക്കുകയാണോ ഉണ്ടായത്? ഖാലു, അവരുടെ മറുപടി ഇതാണ്, സിഹ്റാനി തലാഹറ. ഇത് രണ്ടും ആഭിചാരക്രിയകൾ തന്നെയാണ്. പരസ്പരം കൂട്ടാകുന്ന, പരസ്പരം സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആഭിചാരക്രിയകൾ തന്നെ. മൂസ കൊണ്ടുവന്നതും ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതും രണ്ടും സിഹ്ർ തന്നെയാണ്. അത് തമ്മിലുള്ള ബന്ധം എന്താ? ഒന്ന് ഒന്നിന് സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. മൂസ കൊണ്ടുവന്നതൊക്കെ മുഹമ്മദ് കൊണ്ടുവന്നതിനുള്ള പിന്തുണയാണ്. മുഹമ്മദ് കൊണ്ടുവന്നത് മൂസ കൊണ്ടുവന്നതിന്റെ തുടർച്ചയാണ്. അത് പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആഭിചാരക്രിയകൾ മാത്രമാണ് എന്നാണ് മക്കയിലെ ആളുകളുടെ പ്രതികരണം. എന്ന് പറഞ്ഞാൽ മക്കയിലെ ആളുകള് പണ്ട് മൂസാ നബിയുടെ നാട്ടിലെ ആളുകള് അല്ലെങ്കിൽ ഈജിപ്തിലെ ആളുകള് മൂസാ നബിയെ നിഷേധിച്ചിരുന്നത് പോലെ അതിന്റെ തുടർച്ചയായിട്ട് നിഷേധികളാവാൻ തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകളുടെ തീരുമാനം എന്നതാണ് അവരുടെ സംസാരത്തിൽ നിന്ന് വെളിപ്പെടുന്ന കാര്യം. സിഹ്റാനി തദാഹറ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണയായിക്കൊണ്ടിരിക്കുന്ന ആഭിചാരക്രിയകൾ മാത്രമാണ് ഇത് രണ്ടും. വഖാലു, ഈ സിഹ്റാനി എന്നതുകൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒന്ന് മൂസ അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന സംഗതി, രണ്ടാമത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സംഗതി. മൂസ അലൈഹി ഇസ്ലാം കൊണ്ടുവന്നതിൽ ഏറ്റവും സുപ്രധാനമായത് തൗറാത്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് വിശുദ്ധ ഖുർആനുമാണ്. ഈ രണ്ട് സംഗതികളെയുമാണ് അവര് സിഹ്റുകളായിട്ട്, പരസ്പരം സഹായിച്ചു കൊണ്ടിരിക്കുന്ന, പരസ്പരം പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ആഭിചാരക്രിയകളാണ് എന്ന വിധത്തില് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവ രണ്ടും ദൈവിക ദൃഷ്ടാന്തങ്ങളല്ല, ദൈവികമായി അവതരിപ്പിക്കപ്പെട്ട ആശയങ്ങളല്ല എന്നാണ് അവർ പറയുന്നത് എന്നർത്ഥം. അതിന്റെ ചുരുക്കം അതാണ്. ഖാലു സിഹ്റാനി തലാഹറ വ ഖാലു, അവർ ഇത്രയും കൂടി പറയുകയുണ്ടായി, ഇന്നാ ബികുല്ലിൻ കാഫിറൂൻ, ഞങ്ങൾ ഇതൊക്കെ തള്ളിക്കളയാണ് കേട്ടോ, ഇതൊന്നും ഞങ്ങള് അംഗീകരിക്കുന്നേ ഇല്ല. ഞങ്ങൾ ഇവയുടെ കാര്യത്തിൽ കുഫ്ർ തന്നെയാണ് പിന്തുടരുന്നത്, നിഷേധം തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് തൗറാത്തിന്റെ കാര്യത്തിലായാലും ഇപ്പോ വിശുദ്ധ ഖുർആന്റെ കാര്യത്തിലായാലും ഞങ്ങളുടെ നിലപാട് ഒന്ന് തന്നെയാണ്. ഞങ്ങൾ അവയെ നിഷേധിക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ എല്ലാറ്റിനെയും തള്ളിക്കളയുകയാണ്. ഇന്നാ ബികുല്ലിൻ കാഫിറൂൻ, ഇതിനെ ഒന്നും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഇവിടെ ചോദിച്ചല്ലോ നേരത്തെ, മൂസാക്ക് എന്താണ് ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരുന്നു എന്നതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ളവരാകാൻ പറ്റിയിട്ടുണ്ടോ എന്ന്. അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. മുഹമ്മദ് കൊണ്ടുവന്നതിനെയും മൂസ കൊണ്ടുവന്നതിനെയൊക്കെ സിഹ്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതൊക്കെയും തന്നെ ഞങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്ന കാര്യം. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഒരു നിർദ്ദേശം നൽകുകയാണ്. പ്രവാചകരെ, അവരോട് ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തണം, അവരോട് ഇങ്ങനെ ഒരു കാര്യം പറയണം. എന്താണത്? ഖുൽ, പറയുക, ഫഅ്തു ബികിതാബിൻ മിൻ ഇൻദില്ലാ, എന്നാല് ഒരു കാര്യം ചെയ്യും, നിങ്ങള് അള്ളാഹുവിൽ നിന്നുള്ള, ദൈവത്തിൽ നിന്നുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരൂ. ഹുവ അഹ്ദാ മിൻഹുമാ, ഈ രണ്ട് വേദഗ്രന്ഥങ്ങളെക്കാളും സന്മാർഗദായകമായ ഒരു വേദഗ്രന്ഥം നിങ്ങൾ അള്ളാഹുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് കൊണ്ടുവരൂ.
അത്തബിഉഹു, ഞാൻ അത് പിൻപറ്റിക്കൊള്ളാം. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധമായി ഗൗരവത്തിലാണ് അങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് നിർവഹിക്കുന്നതെങ്കിൽ ഈ തൗറാത്തിനേക്കാളും ഈ ഖുർആനേക്കാളും മെച്ചപ്പെട്ടതായ ഒരു ദൈവിക മാർഗദർശനം നിങ്ങൾ അവതരിപ്പിക്കും. അങ്ങനെ നിങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് പിൻപറ്റാം. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്. ഏതെങ്കിലും ആളുകൾ ചമച്ചുണ്ടാക്കിയ എന്തെങ്കിലും സന്ദേശങ്ങളോ ആശയങ്ങളോ ആദർശങ്ങളോ അല്ല. പ്രപഞ്ചങ്ങളുടെ നാഥനായ ദൈവം അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം. മൂസാക്ക് നൽകപ്പെട്ട തൗറാത്തിനേക്കാളും ഇപ്പോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഖുർആനേക്കാളും മെച്ചപ്പെട്ടതായ ഒരു ഗ്രന്ഥം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്നോളൂ. ഏതെങ്കിലും തത്വചിന്തകന്മാരോ അല്ലെങ്കിൽ ദാർശനികന്മാരോ അവതരിപ്പിക്കുന്ന തൽക്കാലത്തേക്ക് ആളുകളെ ഭ്രമിപ്പിച്ചിരിക്കാൻ കഴിയുന്ന ആദർശമടങ്ങിയ തത്വചിന്തയുടെ കാര്യമല്ല പറയുന്നത്. അതിന് ആത്യന്തികതയില്ല, എന്നൊന്നും നിലനിൽപ്പില്ല. അതൊക്കെ ആളുകളെ കുറച്ചു നേരം വിസ്മയിപ്പിച്ചു നിർത്തും എന്നതല്ലാതെ കുറച്ചു കഴിഞ്ഞാൽ അത് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയുടെ ഭാഗമായിട്ടുണ്ടാവും. നമുക്കറിയാം കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ഒക്കെ ചേർന്ന് അവതരിപ്പിച്ചിട്ടുള്ള ദർശനം, അവരുടെ പുസ്തകങ്ങള്, ഇതൊക്കെ തന്നെ വിലയിരുത്തിയാൽ ഒരു കാലഘട്ടത്തിൽ അത് വേദവാക്യമായി കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നതാണ്. അവസാന വാക്കാണ് മനുഷ്യ സമൂഹത്തിന്റെ ജീവിത ദർശനത്തില് ഏറ്റവും അവസാനത്തേതും ഏറ്റവും നൂതനമായതും എന്നൊക്കെയുള്ള നിലക്ക് പരക്കെ അംഗീകരിക്കപ്പെടുന്നതായിട്ട് വന്നിരുന്ന ദർശനങ്ങളായിരുന്നു ഇവരൊക്കെ അവതരിപ്പിച്ചിരുന്നത്. പക്ഷെ എത്ര കാലം അതിന്, ആ ആദർശത്തിന് നിലനിൽപ്പുണ്ടായി, സ്വീകാര്യതയുണ്ടായി? ഇന്ന് ആരാണ് അത് വായിക്കുന്നത്? ആരാണ് അത് പിൻപറ്റുന്നത്? ഒരാളും അത് വായിക്കാനില്ല, അത് ഉൾക്കൊള്ളാനില്ല. അതിന്റെ അനുയായികളായി അറിയപ്പെടുന്നവർ തന്നെ ആ പുസ്തകങ്ങളോ ദർശനമോ അതിന്റെ തനിമയോടുകൂടി ഉൾക്കൊള്ളുന്നില്ല, സ്വീകരിക്കുന്നില്ല. കാലികമായിട്ട് അവർ അതിനെ പരിഷ്കരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് എങ്കിലും പ്രത്യക്ഷമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അവരതിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്, ഓക്കെ, നിങ്ങൾക്ക് തൗറാത്ത് സ്വീകാര്യമല്ല, ഖുർആനും സ്വീകാര്യമല്ല, ഇത് രണ്ടും സിഹറായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ അതിനെ നിഷേധിച്ചിരിക്കുന്നു, ശരി. പക്ഷേ എക്കാലത്തെയും എല്ലാ മനുഷ്യർക്കും സ്വീകാര്യമാവുന്ന ഇതിനേക്കാൾ മെച്ചപ്പെട്ട ദൈവിക ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥം നിങ്ങൾ കാണിക്കി. ഖുർആനും തൗറാത്തും നമുക്ക് മാറ്റി നിർത്താം. എന്നിട്ട് അതിനേക്കാൾ മെച്ചപ്പെട്ടതായി ഏറ്റവും ആധികാരികതയോടുകൂടി ദൈവം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്ന ഒരു ഗ്രന്ഥം നിങ്ങൾ ഗൗരവത്തിലാണ്, സത്യസന്ധമായിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ അങ്ങനെ ഒന്ന് നിങ്ങൾ കൊണ്ടുവന്നോളൂ, നിങ്ങൾ എന്നെ എനിക്ക് കാണിച്ചു തന്നോളൂ, ഞാനത് പിൻപറ്റിക്കൊള്ളാം. എനിക്ക് യാതൊരു വൈമനസ്യവും ഇല്ല. ഈ ഖുർആനും ഈ തൗറാത്തും മാറ്റിവെച്ചുകൊണ്ട് പിൻപറ്റാൻ യോഗ്യതയുള്ള ഒരു ഗ്രന്ഥം അത് ദൈവികമായി അവതരിപ്പിക്കപ്പെട്ടതാവണം. എങ്ങനെയെന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ കാലത്തിന്റെയും സ്ഥലത്തിന്റെയും പരിമിതിയുള്ള മനുഷ്യര് രൂപകൽപ്പന ചെയ്ത സംഗതികളാകാൻ പാടില്ല. കാരണം മനുഷ്യന് വരാനിരിക്കുന്ന കാലമൊന്നും അറിയില്ല. പിന്നിട്ട കാലത്തിനെ കുറിച്ചൊക്കെ പരിമിതമായിട്ട് അറിയുള്ളൂ. നമ്മുടെ വർത്തമാന കാലത്തെ കുറിച്ച് തന്നെ മുഴുവനായിട്ടും അറിയുന്നവരാരുണ്ട്? ഇങ്ങനെ പരിമിതികളുള്ള മനുഷ്യര് ഉണ്ടാക്കിയിട്ടുള്ള ദർശനങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളല്ല. അത് ഏതായാലും അതിന് യോഗ്യതയുള്ള സംഗതിയല്ല. ജനങ്ങൾക്ക് പിൻപറ്റാന് കണ്ണു ചിമ്മി സ്വീകരിക്കാൻ പറ്റിയ ഒരു സംഗതിയല്ല അതൊന്നും. ഉറപ്പല്ലേ? കാരണം ഏത് മനുഷ്യനാ പരിമിതിയില്ലാത്തത്? കാലത്തിന്റെയും സ്ഥലത്തിന്റെയും പരിമിതി ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ല. അതുകൊണ്ട് അറിവിന്റെ പരിമിതിയുടെ ജീവിക്കുന്ന അടയാളങ്ങളായിരിക്കും ഓരോ മനുഷ്യനും. എന്നാൽ ദൈവികമായിട്ടുള്ള ഒരു ദർശനമാണ് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥമാണ് എങ്കിൽ അതിനങ്ങനെ കാലത്തിന്റെയോ സമയത്തിന്റെയോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെയോ ഒന്നും പരിമിതി ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു സംഗതി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് തൗറാത്തിനേക്കാളും ഖുർആനേക്കാളും മെച്ചപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് അവകാശവാദവും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കൊണ്ടുവരൂ. അത് ഒളിപ്പിച്ചു വെക്കല്ല.
നിങ്ങളെ കയ്യിൽ ഉണ്ടാവണമല്ലോ. തൗറാത്തിനേക്കാളും അതുപോലെ ഖുർആാനിനേക്കാളും മെച്ചപ്പെട്ട എന്തോ ഒന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമല്ലോ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ തൗറാത്തിനെയും ഖുർആാനെയും സ്വീകരിക്കാതിരിക്കുന്നത്. എങ്കിൽ നിങ്ങൾ അതൊന്ന് പുറത്തെടുക്ക്. അത് ദൈവികമായി അവതരിപ്പിക്കപ്പെട്ട ന്യൂനതയില്ലാത്ത ജീവിത ദർശനമാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പിൻപറ്റിക്കൊള്ളാം. എനിക്ക് യാതൊരു മടിയുമില്ല. ഈ ദൈവികമായി അവതരിപ്പിക്കപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അത് അന്യൂനമായിരിക്കും, ജനങ്ങൾക്ക് എക്കാലത്തേക്കും ഉപകരിക്കുന്നതാകും. അങ്ങനെ ഒരു സംഗതി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ തൗറാത്തും ഖുർആനും വേണ്ട എന്ന് വെക്കുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾ അത് കൊണ്ടുവരൂ, ഞങ്ങൾക്ക് അതൊന്ന് കാണാമല്ലോ. അതാണ് മെച്ചപ്പെട്ടതെങ്കിൽ അത് പിൻപറ്റാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്നാണ് പറയാൻ വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്. അതിശക്തമായൊരു വെല്ലുവിളിയാണിത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെയും തൗറാത്തിന്റെയും ദൈവികത ബോധ്യപ്പെടുത്തുന്നതിന് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു വാദഗതിയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങള് ഏതെങ്കിലും മനുഷ്യരെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് അവരുടെ ബുദ്ധിപരമായ വൈകൃതങ്ങൾ മുഴുവനും പ്രകടമാവുന്ന വിധത്തില് രചിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സ്ഥലകാലങ്ങളുടെ പരിമിതിയില്ലാത്ത, ഭൂത ഭാവി വർത്തമാനങ്ങൾ ഒരുപോലെ അറിയുന്ന ഒരു പ്രപഞ്ചനാഥൻ, അങ്ങനെ ഒരു പ്രപഞ്ചനാഥൻ അവതരിപ്പിച്ചിരിക്കുന്ന തൗറാത്തിനേക്കാളും ഖുർആനേക്കാളും മെച്ചപ്പെട്ട വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവരൂ, പുറത്തെടുക്കൂ. അത് എനിക്ക് പിൻപറ്റാൻ യാതൊരു മടിയില്ല. അത്തബിയൂഹു, ഞാൻ അത് പിൻപറ്റിക്കൊള്ളാം. അപ്പൊ ഇതാണ് പറയുന്നത്, ഖുൽ ഫഅ്തു ബികിതാബിൻ മിൻ ഇൻദില്ലാ ഹുവ അഹ്ദാ മിൻഹുമാ. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഖുർആനേക്കാളും തൗറാത്തിനേക്കാളും ഒക്കെ മാർഗദർശകമായ മെച്ചപ്പെട്ട ഒരു ഗ്രന്ഥം നിങ്ങളുടെ കയ്യിലുണ്ട്, ദൈവികമായിട്ട് തന്നെ നൽകപ്പെട്ടത് എങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവരും. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധതയോടുകൂടിയാണ് അങ്ങനെയൊക്കെ നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ അത്തബിഉഹു, ഞാൻ അത് പിൻപറ്റാം, എനിക്കൊരു മടിയുമില്ല. ഇതാണ് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഫഇല്ലം യസ്തജീബു ലക, എന്നിട്ട് അള്ളാഹു പറയാണ്, ഈ കൂട്ടര് നീ ഈ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ കേട്ട് മനസ്സിലാക്കി അതിനോട് വേണ്ട നിലക്ക് പ്രതികരിക്കുന്നില്ലെങ്കിൽ, അവരൊരു ഉത്തരം ഇക്കാര്യത്തിൽ നൽകുന്നില്ലെങ്കിൽ ഫഅലം, അറിഞ്ഞുകൊള്ളുക, പ്രവാചകരെ മനസ്സിലാക്കിക്കൊള്ളുക. എന്താണ് മനസ്സിലാക്കേണ്ടത്? അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവര് അവരുടെ സ്വേച്ഛകളെ മാത്രമാണ് പിൻപറ്റുന്നത്. തൗറാത്ത് പോരാഞ്ഞിട്ടോ മൂസ അലൈഹി ഇസ്ലാം അവതരിപ്പിച്ച ദൃഷ്ടാന്തങ്ങൾ മതിയാകാഞ്ഞിട്ടോ ഒന്നുമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചത് അവർക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടോ അദ്ദേഹം കൊണ്ടുവന്ന ദൃഷ്ടാന്തങ്ങൾ മതിയാകാത്തത് കൊണ്ടോ ഒന്നുമല്ല. അതിനൊന്നും സന്നദ്ധതയില്ലാതെ സ്വേച്ഛകളെയും സ്വാർത്ഥതയെയും പിൻപറ്റാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്ന് കൊണ്ടുവരാൻ കഴിയാത്തത്. ഒന്നുകിൽ അവർ ഇത് പിൻപറ്റണം, അല്ലെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്ന് അവരുടെ കയ്യിൽ ഉണ്ടാവണം. ഇത് രണ്ടുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ മനസ്സിലെ തോന്നലുകളെയും വിചാരങ്ങളെയും സ്വേച്ഛകളെയും ആണ് അവർ പിൻപറ്റുന്നത്. അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവരവരുടെ ഹവ മാത്രമാണ് പിൻപറ്റുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു മാർഗദർശനമില്ലാതെ ഓരോരുത്തർക്കും മനസ്സിൽ തോന്നുന്ന ഹവ പിൻപറ്റുന്ന ആളുകളുണ്ടല്ലോ, അവരെക്കാളും പിഴച്ച വഴിയിലുള്ളവർ ആരുണ്ട്? ചരിത്രത്തിലെ എല്ലാ ദാർശനികന്മാരും തത്വചിന്തകന്മാരും ഒക്കെ ആ ഗണത്തിൽപ്പെട്ടതാണ്. പ്രവാചകന്മാരുടെ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾക്ക് കൃത്യതയോടുകൂടിയുള്ള ഒരു മനസ്സിലാക്കാനുള്ള ശ്രമം നടത്താതെ സ്വന്തം മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള ഓരോ ആശയങ്ങൾ അത് തീർത്തും അടിസ്ഥാനരഹിതമായിരിക്കും, തെളിയിക്കപ്പെട്ടതാവില്ല. അവർക്ക് വിസ്മയകരമായിട്ട് തോന്നിയ ചില ചിന്തകൾ, അതാണ് ചിലർ പിൻപറ്റുന്നത്. എങ്കിൽ അത്തരം ആളുകൾ ദൈവിക മാർഗദർശനത്തിന്റെ പിൻബലമില്ലാത്ത അത്തരം ഹവകളെയാണ് പിൻപറ്റുന്നതെങ്കിൽ അവരെക്കാൾ പിഴച്ചവരായിട്ട് ആരുമില്ല. ഇന്നല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, ഇങ്ങനത്തെ അധർമ്മകാരികള്, അക്രമകാരികള്, ധിക്കാരികള്, അവരെ ഒരിക്കലും തന്നെ അള്ളാഹു സന്മാർഗികളാക്കുകയില്ല. ഈ ആളുകൾക്ക് ബുദ്ധിയും കഴിവും വിവേകവും ഒക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്.
അതൊന്നും പ്രയോജനപ്പെടുത്തിയിട്ട് സത്യം ഉൾക്കൊള്ളാനും അള്ളാഹുവിന് വഴിപ്പെടാനും സന്നദ്ധരാവാതെ അധർമ്മത്തിന്റെയും അക്രമത്തിന്റെയും അനീതിയുടെയും ഒക്കെ വഴിയിലൂടെയാണ് അവര് സഞ്ചരിക്കുന്നതെങ്കിൽ അത്തരം ആളുകളെ വഴി സന്മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു കാര്യം അള്ളാഹു ചെയ്യുകയില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അള്ളാഹു ലാ യഹ്ദി, സന്മാർഗികളാക്കുകയില്ല അൽ ഖൗമൽ ഇങ്ങനത്തെ ആത്മദ്രോഹം ചെയ്യുന്ന ആളുകളെ. എന്താണ് അവർ ചെയ്യുന്ന ആത്മദ്രോഹം? മൂസ അലി ഇസ്ലാമിന് നൽകപ്പെട്ട വേദത്തിന്റെയും ദൃഷ്ടാന്തങ്ങളുടെയും സത്യം കാണാൻ അവർ സന്നദ്ധല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊണ്ടുവന്ന ഈ ഖുർആന്റെയും അദ്ദേഹം കാണിച്ച ദൈവിക ദൃഷ്ടാന്തങ്ങളുടെയും ഒന്നും സത്യം ഉൾക്കൊള്ളാൻ അവർ സന്നദ്ധല്ല. പിന്നെ അവർ ചെയ്യുന്ന എന്താണ്? അവരുടെ തോന്നലുകളെ, അവരുടെ ഹവകളെ പിൻപറ്റുകയാണ്. അതാണ് വലിയ ദർശനമായിട്ട് അവർ കൊണ്ടു നടക്കുന്നത്. ഭൂമുഖത്ത് രംഗത്ത് വന്ന ഏത് ദാർശനികനും ദൈവികമായ മാർഗദർശനം ഉൾക്കൊള്ളാതെയോ അതിന്റെ പിൻബലമില്ലാതെയോ ആണ് സ്വന്തം ആശയങ്ങളെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവനേക്കാൾ പിഴച്ചവനായിട്ട് ഭൂമുഖത്ത് ആരുമില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. കാരണം എന്താ? അവര് സ്വയം വഴികേടിലാണ് എന്നല്ല, ആയിരക്കണക്കിന് ആളുകളെ അവര് വഴികേടിലാക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ലോകത്ത് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ ഉൾക്കൊള്ളാതെ കണ്ട് ദാർശനിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജനങ്ങളെ വഴികേടിലാക്കിയ ആളുകളുടെ യഥാർത്ഥത്തിലുള്ള ചിത്രം. അവരെക്കാൾ പിഴച്ചവരായിട്ട് വേറെ ആരും ഇല്ല എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും മാത്രമല്ല, ചരിത്രത്തിലെ പ്രവാചകന്മാരുടെയോ ദൈവിക വേദഗ്രന്ഥങ്ങളുടെയോ പിൻബലത്തോടു കൂടിയല്ലാതെ എന്ത് ആശയം പ്രചരിപ്പിക്കാനുമായിട്ട് രംഗത്ത് വന്ന ആളുകളുടെ ചരിത്രം പരിശോധിച്ചാലും അവരൊക്കെയും തന്നെ ഏറ്റവും വഴിപിഴച്ചവരായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരെക്കാൾ വഴിപിഴച്ചവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. വലഖദ് വസ്സൽനാ ലഹുമുൽ ഖൗല, അവർക്ക് ഈ സത്യ പ്രബോധനവുമായി ബന്ധപ്പെട്ട വചനം, ഈ ദൈവിക വാക്യങ്ങൾ നാം എത്തിച്ചിരിക്കുകയാണ്. വലഖദ് വസ്സൽനാ ലഹും, അവർക്കായിട്ട് നാം എത്തിച്ചിരിക്കുന്നു. എന്താണ്? അൽ ഖൗല, സത്യവാചകം, സത്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ദൈവിക സന്ദേശത്തിന്റെ ഈ ആയാത്തുകൾ, അത് അവരിലേക്ക് നാം എത്തിച്ചിരിക്കുകയാണ്. ഒരിക്കലല്ല, പലതവണ എത്തിച്ചിരിക്കുകയാണ്. ചരിത്രത്തിലുടനീളം ഈ ആളുകൾക്ക്, ഇത്തരം ആളുകൾക്ക് നാം അത് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ്? ലഅല്ലഹും യതദക്കറൂൻ, അവര് കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ളവരായി മാറുന്നതിന് വേണ്ടി, കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന, ദിക്ർ ചെയ്യുന്ന, കാര്യങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കുന്ന, കാര്യങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്ന ബോധമുള്ള ആളുകളായിട്ട് അവര് മാറുന്നതിന് വേണ്ടി അവരിലേക്ക് നാം ദൈവിക വചനം എത്തിച്ചിരിക്കുകയാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അവർക്ക് ബോധ്യപ്പെടാൻ ഉപകരിക്കുന്ന വചനങ്ങളാണ് ഇവിടെ അവര് കേൾപ്പിച്ചിരിക്കുന്നത്. പിന്നിട്ട തലമുറകളിലൊക്കെയും തന്നെ അള്ളാഹു തന്റെ വചനങ്ങള് കേൾപ്പിച്ചിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് ബോധം ഉണ്ടാവാൻ, കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരായിട്ട് അവർ മാറാൻ. ഇതാണ് ഇവിടെ പറയുന്ന ഈ നമ്മൾ വായിച്ച ആയത്തുകളുടെ അവസാന ഭാഗത്തായിട്ട് അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ആളുകൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനും ബോധം ഉൾക്കൊള്ളാനും ഒക്കെ ഒരു അവസരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ സത്യം അടങ്ങിയ സത്യാധിഷ്ഠിതമായ ദൈവിക വചനങ്ങൾ അള്ളാഹു അവരെ കേൾപ്പിക്കുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഖസസിലെ 48 മുതൽ 51 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.